ഇടുക്കിയിൽ സ്പാത്തോഡിയ മരങ്ങൾ പൂവിട്ടു തുടങ്ങി. മലനിരകളിലും തേയിലത്തോട്ടങ്ങളിലും കാട്ടുതീ പടരുന്ന പോലെയുള്ള ഒരു കാഴ്ചയാണ് ഇത് സമ്മാനിക്കുന്നത്. തുലാവർഷം ഇങ്ങനെ ശക്തമായി പെയ്യുമ്പോഴും മരങ്ങൾ പൂവിട്ട് നിൽക്കുന്നത് മനം മയക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും അല്ലേ? നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. പച്ചപ്പിന്റെ നടുവിൽ തീമഞ്ഞ നിറത്തിൽ പൂത്തു നിൽക്കുന്ന സ്പാത്തോഡിയ മരങ്ങൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ഓറഞ്ചും മഞ്ഞ നിറവും ഇടകലർന്ന പൂക്കൾ വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും ഇപ്പോൾ ദൃശ്യവിസ്മയമാണ്. സൂര്യവെളിച്ചത്തിൽ മഞ്ഞുകണങ്ങൾ പറ്റിപ്പിടിച്ച പൂക്കൾ തീ പോലെ തിളങ്ങും. സ്പത്തോഡിയ കമ്പാനുലേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇതിന്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിന്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പത്തോഡിയ എന്ന പേര് ഇതിന് വരാൻ കാരണം. പിന്നെ ഇതിന് ആഫ്രിക്കൻ ട്യൂലിപ്പ് എന്നൊരു അപരനാമവും കൂടിയുണ്ട്. ഇതിന്റെ പൂക്കൾക്ക് ട്യൂലിപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. പിന്നെ സ്കൂട്ടുമരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇടുക്കിയുടെ മലനിരകൾ ഋതുഭേദങ്ങൾക്കനുസരിച്ച് വർണ്ണങ്ങൾ വാരി വിതറുന്നവയാണ്. കാടും മേടും മലനിരകളും ഇപ്പോൾ തീമഞ്ഞയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജഗ്രാന്ത മരങ്ങൾ പൂക്കുമ്പോൾ വയലറ്റ് നിറത്തിലാകും. വിഷുക്കാലമായാൽ അത് കണിക്കൊന്നകളാൽ മഞ്ഞ നിറവുമാകും. കൊതുക് നശീകരണത്തിനായി ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും 19-ാം നൂറ്റാണ്ടിലാണ് സ്പാത്തോഡിയ മരങ്ങൾ ഇവിടെ എത്തിച്ചത്. അതിവേഗം വളരുന്ന മരത്തിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ടെന്നും പറയുന്നു. വാദ്യോപകരണമായ ഡ്രംസ് നിർമ്മിക്കാനും സ്പാത്തോഡിയ മരത്തിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. ഹൈറേഞ്ചിന്റെ തണുപ്പ് തേടിയെത്തുന്നവർക്ക് സ്പാത്തോഡിയ മരങ്ങൾ ഇപ്പോൾ നല്ല കാഴ്ചകൾ സമ്മാനിക്കുമെന്നുറപ്പാണ്. റിപ്പോർട്ടർ, ഇടുക്കി.